പരിമല സെന്റ് ഫ്രാൻസിസ് സേവ്യർ റോമൻ കാത്തലിക് ദേവാലയത്തിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പാതുകാവൽ തിരുനാൾ ശനിയാഴ്ച മുതൽ ഡിസംബർ 3 വരെ നടക്കും. തിരുനാൾ ആഘോഷങ്ങളുടെ തുടക്കം കുറിച്ച് 29 വൈകിട്ട് 5 ഇടവക വികാരി ഫാദർ റൊമാരിയോ ജോസ് കൊടിയേറ്റ് നിർവഹിക്കും. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള കൊല്ലം രൂപതയിലെ ഏക ദൈവാലയമായ പരിമല സെന്റ് ഫ്രാൻസിസ് സേവ്യർ റോമൻ കത്തോലിക്ക ദൈവാലയത്തിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പാതുകാവൽ തിരുനാൾ ശനിയാഴ്ച മുതൽ ഡിസംബർ 3 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള പരിമല സെന്റ് ഫ്രാൻസിസ് സേവ്യർ റോമൻ കത്തോലിക്ക ദേവാലയത്തിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പാതുകാവൽ തിരുനാൾ 2025 നവംബർ 29 മുതൽ ഡിസംബർ 3 വരെ നടത്തപ്പെടുകയാണ്. ഭാരതത്തിലെ പ്രഥമ രൂപതയായ കൊല്ലം രൂപതയുടെ വടക്കീരത്ത് സ്ഥിതി ചെയ്യുന്ന പരിമല സെന്റ് ഫ്രാൻസിസ് സേവ്യർ റോമൻ കത്തോലിക്ക ദേവാലയം ഇരട്ട തിരുശേഷിപ്പുകളുടെ അനുഗ്രഹ സാന്നിധ്യമുള്ള കൊല്ലം രൂപതയിലെ ഏക ദേവാലയം. തിരുനാൾ ആഘോഷങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ട് 2025 നവംബർ 29 വൈകിട്ട് 5 മണിക്ക് ഇടവകാരി റൊമാരിയോ ജോസ് കൊടിയേറ്റം കർമ്മം നിർവഹിക്കുകയും തുടർന്ന് ഡിസംബർ 3 വരെ എല്ലാ ദിവസവും തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഡിസംബർ 1 വൈകുന്നേരം ദിവ്യബലി, ദിവികാരുടെ ആശീർവാദം, തുടർന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുശേഷിപ്പ് വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും തിരുശേഷിപ്പ് പരസ്യവണക്കത്തിനും ദർശനത്തിനും വിശ്വാസികൾക്ക് സൗകര്യം ഉണ്ടായിരിക്കുകയും ചെയ്യും. ഡിസംബർ 3 രാവിലെ 10:30 തിരുനാൾ സമൂഹബലി, വൈകിട്ട് 3 മണിക്ക് സമാപന പ്രദക്ഷിണം. ഇടവക മധ്യസ്ഥൻ്റെ അവധിയുള്ള പള്ളിയും ആ വിശുദ്ധൻ്റെ തിരുനാളുമാണ് നമ്മൾ ആഘോഷം ഉണ്ടാകുന്നത്. ഇതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വാർത്താ സമ്മേളനത്തിൽ നല്ല സഹകരണം, നല്ല ഒരു പബ്ലിസിറ്റി. കാരണം എല്ലാവരും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അറിയാത്തവരുണ്ട് ഇവിടെ എത്ര വിശേഷിപ്പുണ്ട് എന്ന്. അതിന് ഏറ്റവും വലിയ കാരണം കൊല്ലം രൂപതയിൽ ഈ ഒരു പഠിപ്പുണ്ട്, പക്ഷെ അത് പലർക്കും അറിയത്തില്ല. 458 വർഷത്തെ പഴക്കമാണ് നമ്മുടെ ഇടവകയുടെ പാരമ്പര്യം. ഇത്രയും പഴക്കമുള്ള ഒരു പള്ളിയും പരിമലയിൽ ശരിയല്ലേ, ദീപികയുടെ കൊടുന്നതിൽ അദ്ദേഹത്തിന് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പഴക്കവും പാരമ്പര്യമുള്ള ഈ പള്ളിയിലെ തിരുനാളിൽ ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർ എല്ലാവരും ഞങ്ങളെ ഈ തിരുനാളും കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകാലങ്ങളിൽ നൽകിയ ആ ഒരു സമയം ഈ വർഷം ഉണ്ടാകണം. ഇരട്ട തിരുശേഷിപ്പുള്ള സാന്നിധ്യമുള്ള ദേവാലയം എന്നുള്ളതാണ് പരിമല സെന്റ് ഫ്രാൻസിസ് കത്തോലിക്ക പള്ളിയുടെ പാരമ്പര്യം. വിശുദ്ധ അന്തോണീസ് നാമധേയത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു ദേവാലയമാണ്. ഈ ദേവാലയത്തിൽ തിരുനാളിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഇടവകയുടെ തിരുനാൾ ആഘോഷങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ട് ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ഇടവക വികാരി ഫാദർ റൊമാരിയോ ജോസ് കൊടിയേറ്റ് നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന തിരുനാൾ സമാരംഭ ബലിക്ക് പടപ്പക്കര സെന്റ് ജോസഫ് ദേവാലയം അസിസ്റ്റന്റ് വികാരി ഫാദർ ജിൻസൺ ഗ്രിഗരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. കാഞ്ഞിരക്കോട് സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ BJ റൊസാരിയോ തിരുനാൾ സന്ദേശം നൽകും. 30-ന് 7 ദിവ്യബലി, വൈകിട്ട് 4:30 ജപമാല, ലിറ്റിനി, നൊവോന, 5-ന് ദിവ്യബലി, ദിവ്യകാരുണ്യ ആശീർവാദം എന്നിവ നടക്കും. പെരുന്നാളിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇടവക വികാരി ഫാദർ റൊമാരിയോ ജോസ്, തിരുനാൾ കമ്മിറ്റി കൺവീനർ ആന്റണി തോമസ് പുതുപ്പറമ്പിൽ, ജോയിന്റ് കൺവീനർ ജോസഫ് കുര്യൻ തെക്കേ പ്ലാന്തറയിൽ, ലൂയിസ് കെ ജെയിംസ് കുന്നേൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ് മാന്നാർ.